ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് രണ്ടാമത് ഒരു വിമാനത്താവളം കൂടി സ്വകാര്യവൽക്കരിക്കപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ട്. രാജ്യത്താകമാനം ആകെ 25 വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് കൂടി സ്വകാര്യ മേഖലയിലേക്ക് നടത്തിപ്പിന് കൈമാറാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. നിലവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം സ്വകാര്യ മേഖലയിലേക്ക് കൈമാറിയിരുന്നു. അടുത്ത വർഷത്തോടെ രാജ്യത്തെ 25 വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുമ്പോൾ അതിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളവും ഇടം പിടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അദാനി ഗ്രൂപ്പ് തന്നെയാണ് ഈ വിമാനത്താവളവും ഏറ്റെടുത്ത് നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നാണ് സൂചന. വയനാട് ഉരുൾപൊട്ടലിൽ കണ്ടെത്താനുള്ളവർക്കായി 5ാം ദിനവും നടന്നത് വ്യാപകമായ തിരച്ചിൽ. 352 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം. 206 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് മുണ്ടക്കൈ, ചൂരൽമല, വെള്ളാർമല സ്കൂൾ, പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ശനിയാഴ്ച പരിശോധന നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാൻ നിലവിലുണ്ടായിരുന്ന QR കോഡ് സംവിധാനം പിൻവലിച്ചു. തട്ടിപ്പുകൾക്കുള്ള സാധ്യത ഒഴിവാക്കാനാണ് നടപടിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പകരം പോർട്ടൽ നൽകിയിട്ടുള്ള UPI ID വഴി പണം അയക്കാം. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യം MK രാഘവൻ MP സ്ഥിരീകരിച്ചു. ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ ഗംഗാവലി പുഴയുടെ അടിയിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക. മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരച്ചിൽ നടത്തുക. യുവതി 3 കുട്ടികൾക്ക് സിസേറിയനിലൂടെ ജന്മം നൽകിയത് പകർത്തി വാട്സപ്പിൽ പങ്കുവച്ചതിന് ഡോക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. കണ്ണൂർ പയ്യന്നൂർ സർക്കാർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ PP സുനിൽ, ജീവനക്കാരനായ K സുബൈർ എന്നിവർക്കെതിരായ കേസ് റദ്ദാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി തള്ളി. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്ത യുവാവ് അറസ്റ്റിൽ. പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശി സുകേഷ് P മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവാവിന്റെ പ്രവൃത്തി സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ അപമാനിക്കുന്നതാണെന്ന് ചെർപ്പുളശ്ശേരി പോലീസിന്റെ FIR-ലുണ്ട്. യുവതിയെ കെട്ടിയിട്ട് വായിൽ തുണി തിരുകി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് അനുകൂലമായി വാദിഭാഗം സത്യവാങ്മൂലം നൽകിയതുകൊണ്ട് കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഇരുവരും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന കാര്യം കേസിന്റെ വിചാരണാ ഘട്ടത്തിൽ തീരുമാനിക്കാമെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. ദേശീയപാത കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ തടഞ്ഞു നിർത്തുവാൻ കൊള്ള നടക്കുന്ന സംഘം പിടിയിൽ. മഹാരാഷ്ട്രയിൽ വ്യവസായിയുടെ വാഹനം കൊള്ളയടിച്ച് 73 ലക്ഷം രൂപയുമായി കടന്നുകളഞ്ഞ സംഘത്തിലെ 3 പേരടക്കം 5 പേരെയാണ് ചാലക്കുടിയിൽ നിന്നും കേരള പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ മഹാരാഷ്ട്ര പോലീസ് മുംബൈക്ക് കൊണ്ടുപോയി. അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ, വെറ്റിലപ്പാറ വഞ്ചക്കടവ് ചിത്രക്കുന്നിൽ വീട്ടിൽ സതീശൻ, വെറ്റിലപ്പാറ അരൂർമൊഴി പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ, പാലക്കാട് വടക്കുംചേരി സ്വദേശികളായ കിഴക്കഞ്ചേരിയിൽ ഏരു വീട്ടിൽ ജിനു എന്ന് വിളിക്കുന്ന ജിനീഷ്, കമ്മാന്തറ പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. അതിരപ്പള്ളി സ്വദേശികളിൽ 2 പേർ BJP പ്രാദേശിക നേതാക്കളാണ്. എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് കുന്നത്തുനാട് പഞ്ചായത്തിലെ പടിഞ്ഞാറെ മോറക്കാലയിൽ ലഹരി സംഘത്തെ പിടികൂടി എക്സൈസ് ഉദ്യോഗസ്ഥർ. വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന തിരുവനന്തപുരം മണക്കാട് സ്വദേശി വിഷ്ണു തമ്പിയാണ് ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഒരു ബംഗളൂരു സ്വദേശിയും 2 വിദേശ വനിതകളും വിഷ്ണുവിനൊപ്പം ഉണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് ഇതുവരെ 39 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രചാരണം നടത്തിയ 279 സാമൂഹിക മാധ്യമങ്ങൾ കണ്ടെത്തി. ഇവ നീക്കം ചെയ്യാൻ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും സൂപ്പർ ഇടപെടലുമായി നടൻ മോഹൻലാൽ. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് നടൻ മോഹൻലാൽ. മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത്. ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ LP സ്കൂൾ പുതുക്കി പണിയുമെന്നും അദ്ദേഹം അറിയിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യവും അവസാനവും പുറത്തുവിട്ട വോട്ടു കണക്കുകളിൽ ഉണ്ടായ വ്യത്യാസത്തിൽ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ
ഗണ്യമായ വോട്ട് വർധനവുണ്ടായ 79 സീറ്റുകൾ BJP നേടിയത് വോട്ട് കണക്കിൽ കൃത്രിമം കാണിച്ചാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. ഒളിമ്പിക്സ് കാണാനും ഇന്ത്യൻ ഹോക്കി ടീമിന് പിന്തുണ നൽകാനുമായി പാരീസിലേക്ക് പോകാൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. മതിയായ സുരക്ഷയൊരുക്കാൻ കഴിയില്ലെന്ന കാരണം പറഞ്ഞാണ് അനുമതി നിഷേധിച്ചത്. ഓഗസ്റ്റ് മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി മാൻ പാരീസിലേക്ക് പോകാനിരുന്നത്. മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവിക്കെതിരെ സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച് പരാതി. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ RA അരുൺ എന്നയാളാണ് പരാതി നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. ടെക് ഭീമനായ ഇൻഫോസിസ് കോടികളുടെ GST വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. 32,000 കോടി രൂപയുടെ GST വെട്ടിപ്പ് നടത്തിയെന്നാണ് GST വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. 2017 മുതൽ മാർച്ച് 2022 ജൂലൈ വരെയുള്ള കാലഘട്ടത്തിൽ വിദേശ ശാഖകളിലെ ഇടപാടുകളിൽ കുടിശ്ശികയുണ്ടെന്ന് കാണിച്ചാണ് GST ഇന്റലിജൻസിന്റെ നടപടിയെന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗവർണർമാരുടെ സമ്മേളനത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 10 മിനിറ്റ് സംസാരിച്ചതിൽ 6 മിനിറ്റും വയനാടിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. കൂടുതൽ സഹായം എത്തിക്കാനാണ് ശ്രമം നടത്തുന്നത്. താൻ പോകുന്ന ഇടങ്ങളിലൊക്കെ വയനാടിനെ സഹായിക്കാൻ പറയുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. താമസ സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത ഇന്ത്യൻ നേഴ്സിന്റെ മൃതദേഹം നാട്ടിലെത്തി. പുതുച്ചേരി സ്വദേശിനിയായ ദുർഗയാണ് ആത്മഹത്യ ചെയ്തത്. റിയാദിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്ന ദുർഗ ജൂലൈ മാസം 13-നാണ് ജീവനൊടുക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.